ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നേന്ത്രപ്പഴം റവയൊക്കെ ഉണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിലൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയതാണ് കേട്ടോ. ചെറുതായിട്ട് ക്രിസ്പി ആയിട്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ റവ ഒന്ന് വറുത്തെടുക്കണം. ഇതുപോലെ കട്ടിയുള്ളൊരു പാന് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 250 ml കപ്പിനാണ് ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പില്ലെങ്കിൽ ഗ്ലാസ്സിനാണെങ്കിലും കുഴപ്പമില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരുപാട് സമയമൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റോളം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. നിങ്ങൾ എടുക്കുന്ന റവ വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വറുത്ത റവയാണെങ്കിലും ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ റവ ചൂടാക്കാതെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടൂല. അപ്പോൾ ഇതുപോലെയൊക്കെ ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പൊടിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ റവ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയൊരു നേന്ത്രപ്പഴമാണ് കേട്ടോ. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. അപ്പോൾ റവയൊക്കെ തണുത്ത് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ളൊരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മുട്ട ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 10 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ താഴെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മധുരമുള്ളൊരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു പഴത്തിൻ്റെ പീസൊന്നും ചിലപ്പോൾ അരഞ്ഞ് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം അരച്ചതിൻ്റെ ശേഷം പിന്നീട് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ റവയൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു റവ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പൊടിച്ചെടുക്കുന്ന ആ ഒരു ജാറുണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലൊട്ടും വെള്ളമൊന്നും പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ജാർ തന്നെ എടുക്കാം. 1 കപ്പ് അളവിൽ റവ ഇതിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റാണ് കേട്ടോ പൊടിച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് 2 ആക്കിയിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അത് റവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നല്ലപോലെ ഫൈനായിട്ട് തന്നെ ഇപ്പോൾ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റവയൊക്കെ ചൂടാക്കി എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പൊടിച്ചെടുത്ത റവ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പോൾ അത് ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടൻ്റെയും പഴത്തിൻ്റെയൊക്കെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസായി പോവരുത്. കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലെ സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണോളം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓയിലൊക്കെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം കിട്ടാൻ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചെറുതായിട്ടൊരു ലൂസായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സ്നാക്ക് റെഡിയാക്കുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ. ഇനി നിങ്ങൾക്ക് ഒരുപാട് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് റവ ഇട്ടിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ സ്നാക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പാലിൻ്റെ കവറിലാണ് കേട്ടോ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു സ്നാക്കിനുള്ള ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്.
ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഒരു പാലിൻ്റെ കവർ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലിൻ്റെ കവറിന് പകരം നിങ്ങൾക്ക് ഓയിലിൻ്റെ കവർ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂടായതിൻ്റെ ശേഷം 1-2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. നമ്മൾ ജിലേബിക്കൊക്കെ ചുറ്റിച്ച് കൊടുക്കുമല്ലോ, അതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നല്ലപോലെ പാൻ ചൂടാക്കിയതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനും, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പഴവും മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 4 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. 1 മിനിറ്റ് ആയപ്പോഴേക്കും ഇതിൻ്റെ സൈഡ് വശമൊക്കെ ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു വശം 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അത് 2 സൈഡും നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇത് നല്ലപോലെ കുക്കാകാൻ വേണ്ടിയിട്ട് എത്രത്തോളം സമയം എടുക്കുന്നുണ്ടോ അത്രയും സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഓയിൽ കുറവാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു പാനിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് തയ്യാറാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 1 നേന്ത്രപ്പഴം 1 കപ്പ് റവയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാനിവിടെ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുറം വശം ചെറിയ രീതിയിലൊരു ക്രിസ്പി ആയിട്ട് ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. നേന്ത്രപ്പഴം അതുപോലെ തന്നെ റവയൊക്കെ വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി പലഹാരങ്ങളൊക്കെ തയ്യാറാക്കലുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത്. മുട്ടയൊക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കുക. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.